നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ ജയദേവന്റെ കഥയാണ്. ഗീതാഗോവിന്ദൻ എഴുതിപ്പാടിയ പരമഭക്തനായ ജയദേവന്റെ കഥ കേൾക്കാം. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. അപ്പോൾ 2 വരി കവിത ഞാൻ പാടിക്കൊണ്ട് നമുക്ക് ഈ കഥ കേൾക്കാം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതു തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ഇപ്പോൾ നമുക്ക് ഗീതാഗോവിന്ദം എഴുതിപ്പാടിയ പരമഭക്തനായ ജയദേവന്റെ കഥ കേൾക്കാം. ബിന്ദു വിദ്യാഗ്രാമം ജഗന്നാഥപുരിക്കടുത്താണ്. ആ ഗ്രാമത്തിൽ ജയദേവൻ എന്ന ഒരു ദരിദ്ര ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാൾ ഗ്രാമത്തിന് പുറത്ത് ഒരു കുടിൽ കെട്ടി താമസിച്ചു. ഗ്രാമത്തിൽ ദേവശർമാവ് എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല. അദ്ദേഹം സങ്കടപ്പെട്ടു കഴിഞ്ഞു. ഒരു ദിവസം ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചു, ഭഗവാനേ, എനിക്ക് സന്താനങ്ങളില്ല, അവിടെ നിന്ന് അനുഗ്രഹിക്കണേ. ആദ്യത്തെ സന്താനത്തെ ഞാൻ ഭഗവത് പാദത്തിൽ സമർപ്പിക്കാം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണന് ഒരു പുത്രി ഉണ്ടായി. പിന്നെ ചില പുത്രന്മാരും ഉണ്ടായി. ആ ബ്രാഹ്മണൻ താൻ മുമ്പ് ജഗന്നാഥ സ്വാമിയോട് ചെയ്ത പ്രതിജ്ഞ ആലോചിച്ച് ഭാര്യയോടുകൂടി തൻ്റെ പുത്രിയെ കൂട്ടിക്കൊണ്ട് ജഗന്നാഥ സ്വാമിയുടെ സന്നിധിയിൽ ചെന്നു. സ്വാമിയെ നമസ്കരിച്ചു പറഞ്ഞു, ഹേ ജഗന്നാഥ, ഭഗവാന്റെ പ്രസാദം കൊണ്ട് ആദ്യം പുത്രിയാണ് ഉണ്ടായത്. പ്രാർത്ഥന അനുസരിച്ച് എൻ്റെ പുത്രിയെ ഇതാ തരുന്നു, സ്വീകരിക്കണേ. കൈകൊണ്ട് പുത്രിയെ പിടിച്ച് സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. പൂജാരിയോട് ഈ കഥ പറഞ്ഞു ബ്രാഹ്മണൻ പുറത്തേക്ക് പോന്നു. അന്ന് രാത്രിയിൽ ആ ബ്രാഹ്മണനോടും പൂജാരിയോടും ജഗന്നാഥൻ സ്വപ്നത്തിൽ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ പ്രസന്നനായി നിന്റെ പുത്രിയെ സ്വീകരിക്കുന്നു. ഈ പുത്രിയെ ജയദേവന് കല്യാണം കഴിച്ചു കൊടുക്കൂ, അവൻ എൻ്റെ പ്രിയനാണ്. പൂജാരി സ്വപ്നം കണ്ടതിനാൽ ഉറക്കത്തിലുണർന്ന് ദേവശർമാവിൻ്റെ അടുത്തെത്തി സ്വപ്നവൃത്താന്തം പറഞ്ഞു. ദേവശർമാവ് ഇത് കേട്ടപ്പോൾ തൻ്റെ സ്വപ്നം സത്യമാണെന്ന് വിചാരിച്ചു പൂജാരിയെ നമസ്കരിച്ച് തൻ്റെ പുത്രിയെ കൂട്ടിക്കൊണ്ട് ജയദേവൻ്റെ അടുക്കിലേക്ക് പോയി. ജയദേവൻ ദരിദ്രനാണെങ്കിലും ഒന്നിലും ആഗ്രഹം ഇല്ലാത്തവനായിരുന്നു. ജഗന്നാഥ സ്വാമിയെ മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. ജയദേവനെ നമസ്കരിച്ച് ദേവശർമാവ് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇത് എൻ്റെ പുത്രിയാണ്, പേർ പത്മാവതി. ജഗന്നാഥ സ്വാമിയുടെ കൽപ്പന പ്രകാരം നിനക്ക് ഇവളെ തരുന്നു, സ്വീകരിച്ചാലും. ജയദേവൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ അതിദീനനും ഒരു ഗൃഹം പോലും ഇല്ലാത്തവനുമാണ്. അതുകൊണ്ട് കന്യകാദാനത്തിന് ഞാൻ പാത്രമല്ല. എനിക്ക് കന്യകയെ സ്വീകരിക്കാൻ ആഗ്രഹവുമില്ല. ജഗന്നാഥസ്വാമിയുടെ കൽപ്പനയാണെന്ന് പറയാമെന്ന് വിചാരിക്കുകയാണോ? ഏതായാലും വന്ന വഴിക്ക് തന്നെ പോവൂ. ദേവശർമാവ് ഇത് കേട്ട് പൂജാരിയെ വരുത്തി. പൂജാരി സ്വപ്നവൃത്താന്തങ്ങൾ പറഞ്ഞു. ഇതും ജയദേവൻ സ്വീകരിച്ചില്ല. അപ്പോൾ ദേവശർമാവ് തൻ്റെ പുത്രിയോട് പറഞ്ഞു, മകളെ, ഈ ബ്രാഹ്മണൻ നിന്റെ ഭർത്താവാണ്. നീ എപ്പോഴും ഇവനെ പൂജിക്കേണ്ടവളാണ്. ഭർത്തൃ ശുശ്രൂഷയിൽ ജാഗ്രതയോടുകൂടി നീ ഇവിടെ ഇരിക്കൂ. ദേവശർമാവ് പുത്രിയെ അവിടെ നിർത്തിയിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ആ കന്യക ജയദേവൻ്റെ അടുത്ത് ഭക്തിയോടെ നിന്നു. അപ്പോൾ ജയദേവൻ ആ കന്യകയോട് പറഞ്ഞു, നിന്റെ അച്ഛനമ്മമാർ നിന്നെ വിട്ട് ഗൃഹത്തിലേക്ക് പോയി. നീ തന്നെ ഈ കാട്ടിൽ എങ്ങനെ കഴിയും? പത്മാവതി പറഞ്ഞു, ഹേ സ്വാമി, അമ്മയും അച്ഛനും കൂടി എന്നെ അവിടത്തേക്ക് സന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭവാന്റേതായി. ഞാൻ
ഭവാനെ സ്നേഹിക്കുന്നു. ഭവാൻ എന്നെ ഒരിക്കലും ത്യജിക്കരുത്. ഭവാൻ ഉള്ളപ്പോൾ ഞാൻ ഏകയല്ലല്ലോ. പത്മാവതി പറഞ്ഞത് കേട്ട് ജയദേവൻ വിചാരിച്ചു, ഇവൾ പറഞ്ഞത് സത്യമാണ്. ഇവളെ ഉപേക്ഷിച്ചാൽ എനിക്ക് ദോഷമുണ്ട്. ഞാൻ ഇവളോടുകൂടി ഇവളുടെ അച്ഛൻ്റെ ഗൃഹത്തിൽ പോയി വിധിപ്രകാരം ഇവളെ സ്വീകരിക്കാം. ഇവൾ എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വമായിരിക്കും. അതാകും ഭഗവാൻ ഇവളെ എനിക്ക് തന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ മഹാലക്ഷ്മി ഇവളായിരിക്കും. ജയദേവൻ പത്മാവതിയോട് പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് പോകാം. നീയും വരൂ. അവിടെ പോയി വിധിപ്രകാരം നിന്റെ പാണിഗ്രഹണം നടത്താം. ജയദേവൻ അവളെ കൂട്ടിക്കൊണ്ട് ദേവശർമാവിൻ്റെ ഗൃഹത്തിൽ ചെന്നു. ദേവശർമാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നല്ല മുഹൂർത്തത്തിൽ അവളെ പാണിഗ്രഹണം കഴിച്ചു. പത്മാവതിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ പർണശാലയിലേക്ക് തന്നെ പോരുകയും ചെയ്തു. ആ ദമ്പതിമാർ ഏകപ്രാണന്മാരായി ഭഗവത് ഭക്തിയോടുകൂടി വിഷ്ണുപൂജ ചെയ്തുകൊണ്ട് മാഹാത്മ്യങ്ങൾ പാടിക്കൊണ്ടും സുഖമായി കാലം കഴിച്ചു വന്നു. ഞാൻ തന്നെ ഭഗവാനെക്കുറിച്ച് പാട്ടുകൾ ഉണ്ടാക്കി പാടി ഭഗവാനെ സന്തോഷിപ്പിക്കാം ജയദേവൻ നിശ്ചയിച്ചു. അതിനെ അദ്ദേഹം ഗീതങ്ങൾ രചിച്ചു. ജഗന്നാഥസ്വാമിയുടെ സന്നിധിയിൽ പോയി ഭാര്യയോടുകൂടി നൃത്തം ചെയ്തു. ആ ഗാനങ്ങൾ പാടി പത്മാവതി ഗാനങ്ങൾ പാടിയപ്പോൾ എല്ലാവരും ആ ഗാനത്തിൽ ലയിച്ചു നിന്നു. ജയദേവൻ ഗാനങ്ങൾ എഴുതി, പത്മാവതി പാടി. രണ്ടുപേരും അതിൽ ആനന്ദിച്ചു. ജയദേവൻ ഒരു ദിവസം രാസക്രീഡയെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയം കൃഷ്ണൻ രാധയോട് പറയുന്ന ദിക്കിൽ, ഹേ രാധേ, നിന്റെ പാദം എൻ്റെ ശിരസിൽ വയ്ക്കൂ, അത് എനിക്ക് ഭൂഷണമായി തീരും എന്ന് എഴുതുവാൻ മനസ്സിൽ തോന്നി. അപ്പോൾ ജഗദീശ്വരനെക്കുറിച്ച് അങ്ങനെ എഴുതുന്നതിന് ധൈര്യം ഇല്ലാതെ കണ്ട് അവിടെ അതിന് പകരം ചേർക്കുവാൻ നല്ല പദം ആലോചിച്ചു. വളരെ ആലോചിച്ച് ഒരു പദവും കിട്ടിയില്ല. ഗ്രന്ഥം അകത്തു കൊണ്ടുപോയി വെച്ചിട്ട് ആലോചിച്ചു കൊണ്ടിരുന്നു. നേരം സന്ധ്യയായതുകൊണ്ട് കുളിക്കാൻ പോയി. ഭക്തവത്സലനായ ഭഗവാൻ ജയദേവന്റെ രൂപം ധരിച്ച് അവിടെ നിന്ന് പത്മാവതിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ അകത്ത് വെച്ചിട്ടുള്ള ഗ്രന്ഥം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരൂ. പത്മാവതി ഗ്രന്ഥം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. ഭഗവാൻ ആ ഗ്രന്ഥം വാങ്ങി ജയദേവൻ മുമ്പ് ആലോചിച്ച പദം അതിൽ എഴുതി പത്മാവതിയുടെ കയ്യിൽ കൊടുത്ത് കുളിക്കാൻ പോകുന്നത് പോലെ പോയി. കവിത മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ട് ഒന്നും ചോദിച്ചതുമില്ല. ജയദേവൻ കുളിച്ചു വന്ന് പൂജയും ഭക്ഷണവും കഴിച്ച് ഗ്രന്ഥം എടുത്ത് താൻ മനസ്സിലാലോചിച്ച പദം എഴുതുവാൻ തുടങ്ങിയപ്പോൾ അത് അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഞാൻ ഇതിൽ എഴുതിയില്ലല്ലോ, ഇത് വേറെ ആരോ എഴുതിയതാണല്ലോ എന്ന് മനസ്സിലാലോചിച്ച് ഭാര്യയോട് ചോദിച്ചു, ഹേ പ്രിയേ, ഇത് ആരാണ് എഴുതിയത്? ഞാൻ ഈ പദം മുമ്പേ എഴുതിയിട്ടില്ലല്ലോ. അവതി പറഞ്ഞു, ഭവാന ഭ്രാന്തുണ്ടോ? കുളിക്കാൻ പോയ ഉടനെ തന്നെ മടങ്ങി വന്ന് എന്നോട് ഗ്രന്ഥം വാങ്ങി അതിൽ എഴുതി എൻ്റെ പക്കൽ തന്നുപോയില്ലേ? അത് മറന്നുപോയോ? ഭവാനല്ലാതെ ഇവിടെ വന്ന് ആരാണ് എഴുതുന്നത്? ഭാര്യ പറഞ്ഞത് കേട്ട് ജയദേവൻ വിസ്മയിച്ചു. തൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് രാത്രി ഉറങ്ങി. അപ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞു, ഞാനാണ് എഴുതിയത്. ജയദേവൻ സന്തോഷത്തോടെ ഉണർന്ന ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ട തൻ്റെ ഭാര്യയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഭഗവാൻ എനിക്ക് നിന്നെ തന്നത് ഈ ഗീതാ ഗോവിന്ദം എഴുതാനായിരിക്കും. നീ ഭഗവാനെ കണ്ടു, നിന്നിൽ കൂടി ഞാനും കണ്ടു. ജയദേവനും ഭാര്യയും ഭക്തിയോടുകൂടി ഗീതാഗോവിന്ദം പാടി നടന്നു, നൃത്തം ചെയ്തു. ഇത് കണ്ടും കേട്ടും ജനങ്ങൾ ആനന്ദത്തിൽ മുഴുകി. നമസ്കാരം.